വലിയ വലിയ ആളുകൾ പറഞ്ഞ അനാവശ്യമാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ച. അങ്ങനെ പറയാൻ പാടില്ല എന്നും. ഇതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ കേരളത്തിലെ ചർച്ച. ആരത് പറയണത്? ഈ കേരളത്തിലെ ഇന്ന് സാംസ്കാരിക കേരളത്തിലെ ഏറ്റവും വലിയ ധനാഢ്യന്മാരാണിത് പറയുന്നത്. അങ്ങനത്തെ ഒരു കേരളത്തിൽ ജീവിക്കേണ്ടി വന്നത് ഞാൻ ലജ്ജിക്കുക. ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ്. പോകുമ്പോ എന്താണ് പേര്? കണ്ണക്കി വണ്ടി കയറിയിരിക്കുക. ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി, നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പടിച്ച് ഒരു കപ്പുമായി തിരിച്ചു വരും. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ് പോണത്. തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. ഗപ്പായിട്ടാണ് വരും. ഗപ്പ് വേറൊന്നല്ല, ഗപ്പാണ് ഉദ്ദേശിച്ചത്. ഒരാഴ്ച കേരളത്തിലെ ചർച്ച എന്നാണ്. ഒരു ഏതോ ആളല്ല, ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു സമൂഹത്തിൽ അത്രയും വലിയ ഉന്നതനായി പരിഗണിക്കപ്പെടുന്ന ക്രീമി ലെയറിൽപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞൊരു വഷളത്തരം ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കേരളം അധപ്പതിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ സംസ്കാരം? മറ്റൊരു വസ്ത്രം ധരിച്ചോല്ല, അതൊക്കെ വേറെ വർത്താനങ്ങളാണ്. അതൊക്കെ വേറെ. എന്നും വസ്ത്രം കുറച്ച് ധരിച്ചോലും മോശമായി ധരിച്ചോലും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ മാന്യത പുലർത്തണം. ഗാന്ധിജിയുള്ള കാലത്ത് മോശപ്പെട്ട വസ്ത്രം ധരിച്ചവരുണ്ട്. പക്ഷെ ഗാന്ധിജി എന്തെങ്കിലും ഒരു ആവശ്യമാണ്. എന്തേ പെണ്ണുങ്ങൾ മോശമായി വസ്ത്രം ധരിക്കൽ ഇപ്പോൾ ഈ 10 കൊല്ലം തുടങ്ങിയിട്ടുള്ളൂ? അല്ല, പല കാലത്തുണ്ട് മോശമായി വസ്ത്രം ധരിച്ചവർ. എന്നിട്ട് എന്തേ ഗാന്ധിജിയെ പറ്റി അങ്ങനത്തെ റിപ്പോർട്ടിന്? അവർക്ക് മാന്യന്മാരാണ്. ഒരാൾ മാന്യത കണക്കാക്കൽ അങ്ങനെയാണ്. ഇത് ഏതോ ആളാണെങ്കിൽ നമുക്ക് പോക്കെ. നമ്മുടെ സംസ്കാര സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്താവുന്ന ആളുകൾ, പലപ്പോഴും സമൂഹം മുന്നിൽ നിർത്തിയ ആളുകൾ. ഞാനവരെ കുറ്റല്ല, ഞാൻ ലജ്ജിച്ച് പറയാണ്. എനിക്ക് അവരോടൊന്നും വിരോധമില്ല. നമ്മുടെ സമൂഹം എത്ര അത് ചർച്ച ചെയ്യേണ്ടി വന്നല്ലോ നമ്മുടെ സമൂഹത്തിന്. അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ നോക്കി നിങ്ങൾ എന്താണ് നമ്മൾക്ക് അധപ്പതനം? ജീവിതത്തിൽ വാൽക്കണ്ണിലൂടെ നോക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ വാൽക്കണ്ണി നോക്കിയിട്ടില്ല, അങ്ങനെ നോക്കിയിട്ടില്ല. ഒരാൾക്ക് ഇങ്ങനെ തിരിഞ്ഞ് കൈ കൊടുത്തിട്ടില്ല ജീവിതത്തില്ല. ഒരാളിലേക്ക് തിരിഞ്ഞാൽ ബിക്കുല്ലിയത്തി റസൂലുള്ള അയാളിലേക്ക് യുവാജു. ഒരാളെ മുന്നിടുകയാണെങ്കിൽ ബിക്കുല്ലിഹി പൂർണ്ണമായി മുന്നിടും. നിനക്ക് ഇവനോട് വർത്താനം പറയുമ്പോൾ നിനക്ക് കൈ ഇങ്ങനെ തരൂല. നിന്നോട് വർത്താനം പറയാൻ നിന്നിലേക്ക് തിരിയും. നിന്നോട് കൈ തന്നിട്ടുണ്ടെങ്കിൽ നീ കൈ അയച്ചു തുടങ്ങിയാലല്ലാതെ നബി കൈ വലിക്കൂല. നബി ആദ്യം കൈ വലിക്കൂല. ഞാനിപ്പോൾ കൈ വന്നു, ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നീരസം ഉണ്ടാവില്ലേ? അത് സ്വാഭാവികമായി നമ്മൾ രണ്ടാളും അറിയാതെ കൈ വേർപ്പെടണം. അതാണ് കൈ കൊടുക്കൽ. അത് നമ്മൾ അറിയുന്നില്ല, അറിയാതെ വേർപ്പെടണം. ഞാൻ പെട്ടെന്ന് കൈ വലിച്ചോ, ഞാൻ ഉന്നതനായി. എന്നെക്കാളും ഉന്നതന്മാർക്കാണ് കൈ കൊടുക്കാൻ സമയമില്ലാതിരിക്കുക. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്ക് കൈ കൊടുത്താൽ അയാൾ കൈ വലിക്കാതെ നബി കൈ വലിക്കൂല. പൂർണ്ണമായി അല്ലാതെ ഒരാളോട് മുന്നിടൂല. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊന്ന് ജാബിറേ എന്താ വർത്താനം? റസൂലുള്ളാഹില്ല. അവൻ്റെ കാര്യത്തിൽ അവനിലേക്ക് പൂർണ്ണമായി വിടും. അവൻ്റെ വിഷയം തീരാതെ വേറൊരാളിലേക്ക് തിരിയില്ല. അതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുക. അതിനെല്ലാവരും മനുഷ്യനാണ് കഴിയുക. അതൊക്കെ എങ്ങനെയാണ് എനിക്കറിയില്ല. എന്നാൽ ഒരാൾക്കും എന്ത് തോന്നില്ല, നമ്മൾ നേരം വൈകിയാൽ തോന്നുന്നില്ല. എന്താണ് അങ്ങനത്തെ ഒരു പൂർണ്ണ മനുഷ്യൻ? ഈ ഭൂമിയിൽ കാലമുണ്ടായിട്ടുണ്ട് എങ്കിൽ കാലത്തിൻ്റെ സുവർണകാലം നബിയിൽ ഈ ഭൂമിക്ക് മുകളിൽ വെളിവായ കാലം മാത്രമാണ്. അതാണ് കാലം. ആ കാലത്തെയാണ് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് കവികൾ വർണ്ണിച്ച് കരഞ്ഞ്. അക്കാലത്തെ നമ്മൾ ജീവിച്ചില്ലല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചു. ഇന്നലെയൊക്കെ എൻ്റെ മനസ്സിലതാണല്ലോ. അക്കാലത്ത് ഒരു കഴുതയാൽ മതി. റസൂലുള്ളാഹി യർകബുൽ ഹിമാറ, കഴുതപ്പുറത്ത് യാത്ര ചെയ്യും. ഇന്നൊരു മുസ്ലിമായി വയള്ളനായി നടക്കുന്നതിനേക്കാൾ നല്ലത് അക്കാലത്ത് ഒരു കഴുതയാകലാണ്. അതിൻ്റെ പുറത്ത് റസൂലുള്ളാഹി കയറുമല്ലോ. അതിന് വലിയതെന്താ? അത്രയല്ലേ ആവശ്യമുള്ളൂ. എന്തുകൊണ്ട് ആ മനുഷ്യൻ നീതിയുടെ ഒരു കട്ടയാണ്.
നീതിക്കെതിരായ ഒരു കാര്യം നടക്കൂല, ഒരു പരിപാടി നടക്കൂല. അന്ന് ജീവിക്കുന്ന മനുഷ്യന്റെ സന്തോഷമാണത്. ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭക്ഷണമുണ്ട്, സൗകര്യമുണ്ട്, വസ്ത്രമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, സന്തോഷമല്ല. എന്തുകൊണ്ട്? ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു തരാൻ പറ്റിയ ഒരാൾ ഇല്ല. ആരെങ്കിലും അടുത്തേക്ക് ഞങ്ങൾ ഒരു വണ്ടി വിളിച്ചാണ് പോവുകയാണെങ്കിൽ ദയവായി ഞങ്ങളോട് പറയാം, ഞങ്ങൾ പോകരുത്. കാരണം ആ പെട്രോൾ കൊണ്ട് നിങ്ങൾ കുട്ടികൾക്ക് ബ്രോസ്റ്റ് വാങ്ങി കൊടുത്താൽ കാര്യം നടക്കൂല, ഒരു കാര്യം നടക്കൂല, അത് നഷ്ടമാണ്. അള്ളാഹുവിന്റെ കൽപ്പനയും കൊണ്ട് ആൾ പ്രത്യക്ഷപ്പെട്ടു. യദൂ ക്ഷണിച്ചുകൊണ്ട്, മുബശ്ശിറൻ സന്തോഷവാർത്ത അറിയിക്കുന്ന നിലയിൽ, നദീറൻ മുന്നറിയിപ്പ് നൽകുന്ന നിലയിലും, ഷക്കൂറൻ അള്ളാഹുവിനെ ഏറ്റവും നന്ദി ചെയ്യുന്ന നിലയിൽ, ദാക്കിറൻ അള്ളാഹുവിനെ ഏറ്റവും സ്മരിക്കുന്ന വ്യക്തിയായ നിലയിൽ, മുഖദ്ദിസൻ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ ഏറ്റവും വാഴ്ത്തുന്ന നിലയിലും. ഹദല്ലാഹു അഖ്വാമൻ ഖഫൗഹു വജില്ലതൻ വലല്ലാല ഖൗമൻ ഖദ് ഖലൗഹു വതമസാ. ഹദല്ലാഹു അല്ലാഹു തആല നിർമാർഗ്ഗത്തിലാക്കി അഖ്വാമൻ പല ജനങ്ങളെയും, ഖഫൗഹു ഈ വ്യക്തിയോട് പിന്തുടർന്ന, അജില്ലതൻ തലമുറകളായിട്ട്. ആരൊക്കെ ഈ വ്യക്തിയോട് പിന്തുടർന്നോ അവരെല്ലാം അല്ലാഹു വെളിച്ചം കൊടുത്ത് അനുഗ്രഹിച്ചു. اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم وظلل قوما. ഒരു ജനത്തെ അല്ലാഹു വഴികേടിലാക്കി. ഖദ് ഖലൗഹു ആ ജനത ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു. വതമസ അവരുടെ ചരിത്രം തന്നെ അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞു. അവർക്കിന്ന് നന്മയുടെ അവശിഷ്ടങ്ങൾ പോലുമില്ല. ഏത് ജനതയും ആ ജനത മുഹമ്മദിലൂടെ ജീവിക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരൊക്കെ ഈ മനുഷ്യനെ ഉപേക്ഷിച്ചോ അവർക്ക് അടയാളം പോലും ഇല്ല, ഒന്നുമില്ല. ഹദല്ലാഹു, ഒന്നുകൂടി നോക്ക്. ഹദല്ലാഹു അഖ്വാമൻ ഖഫൗഹു അജില്ലതൻ വലല്ലാല ഖൗമൻ ഖദ് ഖലൗഹു വതമസാ. ഹദല്ലാഹു അല്ലാഹു തആല വെളിച്ചം കൊടുത്ത് നേർമാർഗത്തിലാക്കി അനുഗ്രഹിച്ചു. അഖ്വാമൻ പല ജനങ്ങളെയും, ഖഫൗഹു ഈ വ്യക്തിയോട് പിന്തുടർന്നവരായ, അജില്ലത്തൻ തലമുറകളായിട്ട്. ജീലൻ ബഅദ ജീലിൻ ഒരു തലമുറക്ക് ശേഷം വേറൊരു തലമുറ, അനവധി തലമുറകൾ ഈ വ്യക്തിയോട് പിൻപറ്റി. ആ വ്യക്തികളെ മുഴുവനും അല്ലാഹു അവന്റെ പരിശുദ്ധമായ വെളിച്ചം കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ വളല്ലല ഖൗമൻ ഒരു ജനത്തെ അല്ലാഹു വഴികേടിലാക്കി. ഖദ് ഖലൗഹു ആ ജനത ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു. വതമസ അവരുടെ ചരിത്രം അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്തു. അവർക്കിന്ന് ചരിത്രം ഒന്നുമില്ല. മരുഭൂമിയിലൂടെ ഒട്ടകം ഓടിച്ചു പോകുമ്പോൾ എന്താണത്? അറബികൾ പറയും, ഇവിടെയായിരിക്കും, ഈ കിടങ്ങിൽ എവിടെയായിരിക്കാം അബൂലഹബിൻ മരിച്ചുപോയത്. അത്രയേ ഉള്ളൂ, ഒരു അടയാളം പോലും ബാക്കിയില്ല. അതേ സമയത്ത് ബിലാൽ എവിടെ അറിയും? ബിലാലിൻ അക്ബർ എവിടെയാ? അബിസീനിയക്കാരൻ അടിമയാ. മനസ്സിലായോ പറഞ്ഞത്? അബിസീനിയക്കാരൻ അടിമയാ ബിലാൽ. ബിലാലിന്റെ ഖബർ സിറിയയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ബിലാലിനെ കാണാൻ. ആരാ ബിലാൽ? അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട സർവന്റാണ്.